നമ്മുടെ അഖീദ പഠിക്കുക എന്നത്, നമ്മുടെ വിശ്വാസം പഠിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കിതാബിൽ 1-ാമത്തെ അധ്യായം മസായിലു അൽ അർബഉ, 4 വിഷയങ്ങൾ. ഈ 4 വിഷയങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ഇഅ്ലം റഹിമകല്ലാഹ് വുജൂബ തഅല്ലുമി 4 മസായിൽ. ഇഅ്ലം, നീ പഠിക്കണം. റഹിമകല്ലാഹ്, അള്ളാഹു നിനക്ക് കാരുണ്യം ചൊരിയട്ടെ. വുജൂബ തഅല്ലുമി 4 മസായിൽ, 4 കാര്യങ്ങൾ പഠിക്കൽ നിർബന്ധമാണ് എന്ന് നീ മനസ്സിലാക്കണം. വഹിയ, എന്താണ് ഈ 4 വിഷയങ്ങൾ? 1-ാമത്തെ കാര്യം അൽ ഇൽമു, ഒന്നാമത് നീ പഠിക്കണം എന്ന കാര്യമാണ്. 2-ാമത്തെ കാര്യം അൽ അമലു, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കണം. 3-ാമത്തെ കാര്യം അദ്ദഅവതു, പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യം, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. 4-ാമത്തെ കാര്യം അസ്സബ്റു, ക്ഷമിക്കണം. എല്ലാത്തിലും ക്ഷമ വേണം. ഈ 4 കാര്യം വാജിബാണ് എന്നതിന് തെളിവ് എന്താണ്? വദ്ദലീലു അലാ ദാലിക സൂറത്തുൽ അസ്ർ. ഈ പറഞ്ഞതിനുള്ള തെളിവ് സൂറത്തുൽ അസ്റാണ്. സൂറത്തുൽ അസ്റിൽ എന്താ അല്ലാഹു പറയുന്നത്? വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ തീർച്ചയായും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബ്ർ. ഇല്ലല്ലദീന ആമനു, 1-ാമത്തെ കാര്യം അവൻ വിശ്വസിക്കണം. അതിന്റെ ആരംഭം അറിവിലാണ്. അറിയാത്ത കാര്യം എങ്ങനെ വിശ്വസിക്കാൻ പറ്റുക? പഠിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വാസമില്ലെങ്കിൽ നീ നഷ്ടക്കാരനാണ്. അപ്പൊ നഷ്ടത്തിൽ നിന്ന് കരകയറണമെങ്കിൽ നീ വിശ്വസിക്കണമെങ്കിൽ പഠിക്കണം. വഅമിലുസ് സാലിഹാത്ത്, ഈമാൻ ഉണ്ടായാൽ മാത്രം പറയും. പിന്നെ എന്താ വേണ്ടത്? അമൽ വേണം. വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. നമ്മൾ ഈ കിതാബിൽ എന്താ പഠിച്ചത്? 1 ഇൽമ്, 2 അമലാണ്. വതവാസൗ ബിൽ ഹഖി, തവാസൗ, പരസ്പരം ഉപദേശിക്കണം. ബിൽ ഹഖി, സത്യം കൊണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ ഉപദേശിക്കും. എന്താ കാര്യം? സത്യമാണ്. സത്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കണം. വതവാസൗ ബിസ് സബ്ർ, ക്ഷമ കൊണ്ടും പരസ്പരം അവർ ഉപദേശിക്കണം. എന്തിനാണ് ക്ഷമിക്കുന്നത്? എല്ലാത്തിലും ക്ഷമ വേണം. പഠിക്കാൻ ക്ഷമ വേണം, പ്രവർത്തിക്കാനും ക്ഷമ വേണം, ദഅവത്ത് നടത്താനും ക്ഷമ വേണം. വിജ്ഞാനം, പ്രവർത്തനം, പ്രബോധനം, ക്ഷമ. ഇൽമ്, അമല്, ദഅവത്ത്, സബ്ർ.